കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയെന്ന സ്ഥിരീകരണം. ഫായിസിന്റെ വയറ്റിൽ നിന്ന് MDMA കണ്ടെത്തി. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, ഫായിസ് വിഴുങ്ങിയത് MDMA ആണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിലാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസിനെ കണ്ട് ഭയന്ന് ഈ ഫായിസ് കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി വിഴുങ്ങുന്നത്. പോലീസിന് അപ്പോൾ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു ഇയാൾ വിഴുങ്ങിയത് MDMA ആണോ എന്നുള്ള കാര്യത്തിൽ. കാരണം ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി ഇടപാടുകളിലൊക്കെ ഈ ഫായിസിനൊരു ബന്ധമുണ്ട്. അതിനാൽ തന്നെ ഫായിസിന്റെ കൈവശമുണ്ടായിരുന്നത് MDMA ആണോ എന്നും ഇയാൾ വിഴുങ്ങിയത് MDMA ആണോ എന്ന കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. ആദ്യം ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. തുടർന്ന് അവിടെ നിന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. ആദ്യം നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ MDMAക്ക് സമാനമായ ചില തരികൾ ഇയാളുടെ വയറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായ ഒരു കണ്ടെത്തലുണ്ടായി. പിന്നീട് നടത്തിയ വിശദമായ സ്കാനിങ്ങിലാണ് ഇയാൾ വിഴുങ്ങിയത് MDMA തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇയാളുടെ സർജറി ഉൾപ്പെടെ നടന്നോ എന്ന കാര്യം കൂടി നമുക്കറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ടാകും. കാരണം വയറ്റിനകത്തേക്ക് ഇങ്ങനെ MDMA പോലെയുള്ളവ എത്തിയാൽ ഇത്ര വലിയ ഒരുപക്ഷെ അത് വലിയ അളവിലായിരിക്കാം. അത് ശരീരത്തിനകത്തേക്ക് എത്തിയാൽ മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കവറിൻ്റെ അകത്തായിരിക്കാം ഈ MDMA. ഈ കവർ വയറ്റിനകത്ത് വെച്ച് പൊട്ടി ഈ MDMA ശരീരത്തിലേക്ക് കലർന്നാൽ അതൊരു പക്ഷേ മരണത്തിന് വരെ കാരണമായേക്കാം. ഷാനിദിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. നമുക്കറിയാം, താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് ഭയന്നാണ് ഷാനിദ് കഞ്ചാവും MDMAയും വിഴുങ്ങുന്നത്. അതിനുശേഷം അയാളെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അയാളുടെ മരണം സംഭവിക്കുകയായിരുന്നു. ഈ മരണത്തിന് കാരണമായി പറയുന്നത് ഈ വയറ്റിലെത്തിയ MDMA അത് ശരീരവുമായി കലർന്നു. അങ്ങനെയാണ് ഷാനിദിൻ്റെ മരണം സംഭവിച്ചത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ ഫായിസിൻ്റെ കാര്യത്തിലും പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തി. ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. വിദഗ്ധ പരിശോധന നടത്തി. ആ സ്കാനിങ്ങിലാണ് ഇപ്പോൾ ഇയാൾ വിഴുങ്ങിയത് MDMA തന്നെയാണ് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എത്ര അളവ് MDMA ഇയാളുടെ വയറ്റിനകത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ സർജറി നടത്തിയോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഈ MDMA പുറത്തെടുക്കാനുള്ള നടപടികൾ ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ക്രിസ്റ്റീന, ശരി. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന്.